പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സ്നേഹസാന്ത്വനം ശുശ്രൂഷയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സന്ധ്യയായി, ഉഷസ്സായി, 62-ാം ദിവസം. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ തിമോത്തിയോസിന് എഴുതുന്ന 2-ാം ലേഖനം 2-ാം അധ്യായം 2, 9, 11, 15 തിരുവചനങ്ങൾ. അനേകം സാക്ഷികളുടെ മുൻപിൽ വെച്ച് നീ എന്നിൽ നിന്ന് കേട്ടവ മറ്റുള്ളവരെ കൂടി പഠിപ്പിക്കാൻ കഴിവുള്ള വിശ്വസ്തരായ ആളുകൾക്ക് പകർന്നു കൊടുക്കുക. ആ സുവിശേഷത്തിന് വേണ്ടിയാണ് ഞാൻ കഷ്ടത സഹിച്ചുകൊണ്ട് ഒരു കുറ്റവാളിയെപ്പോലെ വിലങ്ങുകൾക്ക് വരെ അധീനനാകുന്നത്. എന്നാൽ ദൈവവചനത്തിന് വിലങ്ങ് വയ്ക്കപ്പെട്ടിട്ടില്ല. ഈ വചനം വിശ്വാസയോഗ്യമാണ്. നാം അവനോടുകൂടെ മരിച്ചിട്ടുണ്ടെങ്കിൽ അവനോടുകൂടെ ജീവിക്കും. സത്യത്തിന്റെ വചനം ഉചിതമായി കൈകാര്യം ചെയ്തുകൊണ്ട് അഭിമാനിക്കാൻ അവകാശമുള്ള വേലക്കാരനായി ദൈവ തിരുമുൻപിൽ അർഹതയോടെ പ്രത്യക്ഷപ്പെടാൻ ഉത്സാഹപൂർവം പരിശ്രമിക്കുക. കർത്താവിന്റെ വചനം. ദൈവത്തിന് നന്ദി. സ്നേഹിതരെ, ഒരു ക്രിസ്തുവിന്റെ പടയാളി എങ്ങനെ ആയിരിക്കണമെന്ന് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ തന്റെ സഹശുശ്രൂഷകനായ തിമോത്തിയോസിനോട് ഉപദേശിക്കുന്ന ഭാഗമാണ് നാം വായിക്കുന്നത്. ക്രിസ്തുവിന്റെ പടയാളി സാക്ഷിയായിരിക്കണം. സാക്ഷി എന്ന് പറഞ്ഞാൽ കണ്ടതും കേട്ടതും അറിഞ്ഞതും അനുഭവിച്ചതുമായ ദൈവാനുഭവത്തെ ധൈര്യസമേതം പകർന്നു കൊടുക്കുന്ന ഉത്തമ സാക്ഷിയാണ് ക്രിസ്തുവിന്റെ പടയാളി. യോഹന്നാൻ ശ്ലീഹായിലൂടെ വചനത്തിൽ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഞങ്ങൾ കണ്ണുകൊണ്ട് കണ്ടതും കാതുകൊണ്ട് കേട്ടതും സൂക്ഷിച്ചു വീക്ഷിച്ചതും കൈകൾ കൊണ്ട് സ്പർശിച്ചതുമായ ജീവന്റെ വചനത്തെ ഞങ്ങൾ നിങ്ങൾക്ക് പകർന്നു തരുന്നു. ഞങ്ങളും നിങ്ങളും തമ്മിലുള്ള കൂട്ടായ്മ വർദ്ധിപ്പിക്കുവാനും അതുവഴി ത്രിത്വൈക ദൈവത്തിന്റെ ദിവ്യസ്നേഹം ഭൂമിയിൽ പരിലസിക്കാനും വേണ്ടിയിട്ടാണ് ഇപ്രകാരമുള്ള സാക്ഷ്യം ഉപകരിക്കുന്നതെന്ന് ശ്ലീഹ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ഉത്തമ സാക്ഷിയായിരിക്കുക. വിശുദ്ധ വചനം ഓർമ്മപ്പെടുത്തുന്നുണ്ട്, നിങ്ങൾ ലോകമെങ്ങും എനിക്ക് സാക്ഷികളായിരിക്കും. കറയില്ലാത്ത, കലർപ്പില്ലാത്ത ദൈവത്തിന്റെ വചനം വിശുദ്ധിയോടെ പകർന്നു കൊടുക്കുന്ന, ഒരുപക്ഷെ സുവിശേഷത്തിന് വേണ്ടി രക്തം വരെ ചിന്തേണ്ടി വരുന്ന സാഹചര്യത്തിലും ധൈര്യസമേതമത് പകർന്നു കൊടുക്കുന്ന ധീര പോരാളിയായിരിക്കണം സുവിശേഷകൻ എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇതിനു വേണ്ടിയാണ് അപ്പസ്തോലൻ കഷ്ടത സഹിച്ചതും ഒരു കുറ്റവാളിയെപ്പോലെ വേട്ടയാടപ്പെട്ടതും. ആ ശ്ലീഹായുടെ തീഷ്ണതയും കഷ്ടതകളും നാം ഏറ്റുവാങ്ങണം. എന്തെന്നാൽ ദൈവവചനത്തിന് വിലങ്ങ് വയ്ക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് കാലാകാലങ്ങളിൽ ഭൂമിയിൽ ജീവിക്കുന്ന സുവിശേഷകന്മാർ ക്രിസ്തുവിന്റെ പടയാളിയെപ്പോലെ സാക്ഷ്യജീവിതം നയിക്കുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. നമുക്ക് സത്യത്തിന്റെ ഈ സുവിശേഷം നമുക്ക് ദൈവമക്കൾക്ക് വിളമ്പിക്കൊടുക്കാൻ പാകത്തിൽ ഭൂമിയിൽ ജീവിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. അങ്ങനെ കർത്താവിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുള്ള കൃപയുടെ അഭിഷേകം ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നത് പോലെ അഴിഞ്ഞ് മറ്റുള്ളവർക്കായി പകർന്നു കൊടുക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിന് അർത്ഥമുണ്ടാകുന്നത്. ആയതിനാൽ ക്രിസ്തുവിൻ്റെ
വീരയോദ്ധാവായി, സുവിശേഷത്തിന്റെ പടയാളിയായി ഈ ലോകത്ത് പരിലസിക്കാൻ നമുക്ക് സാധിക്കണം. നാം ക്രിസ്തുവിലേക്കുള്ള ദൈവജനത്തിന്റെ പാലമാണ്. ക്രിസ്തുവിന് അവരിലേക്ക് നടക്കാനും അവർക്ക് ക്രിസ്തുവിലേക്ക് നടക്കാനും നാം ഒരു പാലമായി മാറുകയാണ്. അങ്ങനെ നമ്മുടെ ജീവിതത്തിന് അർത്ഥമുണ്ടാകട്ടെ. ക്രിസ്തുവിൻ്റെ സാന്ത്വന സ്നേഹം അനുഭവിക്കുന്ന ചാനലുകളായി, പകർന്നു കൊടുക്കുന്ന ചാനലുകളായി രൂപാന്തരപ്പെടാൻ നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹപിതാവേ, അങ്ങയുടെ വിശ്വസ്ത പടയാളിയും സാക്ഷിയുമായി പരിലസിക്കാൻ ഇടയാകട്ടെ. അങ്ങയുടെ വചനത്തിന് മാംസരൂപം പകർന്ന ക്രിസ്തുവിനെ പോലെ അങ്ങയുടെ വചനത്തിൽ അടയിരുന്ന് വചനാഭിഷേകം പകരാൻ എന്നെ അനുവദിക്കണമേ. അങ്ങയുടെ സ്നേഹസാന്ത്വനം പകരുന്ന ചാനലായി എന്നെ രൂപപ്പെടുത്തണമേ. ആമേൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവം നിങ്ങളേവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.